രുചിക്കൂട്ട്. നാരങ്ങ ഈ ഒരു സമയത്ത് നമുക്ക് ലഭ്യമാകുന്ന ഒന്നാണ്. നാരങ്ങ കിട്ടുന്ന സമയത്ത് നമ്മളെല്ലാം എന്താ ചെയ്യാറ്? അച്ചാറിട്ട് സൂക്ഷിച്ച് വെക്കും. പലപ്പോഴും പനിക്കാലമൊക്കെ ആകുമ്പോൾ കുറച്ച് കഞ്ഞിയും ഇതുപോലെ തന്നെ ഒരു നാരങ്ങ അച്ചാറോ മറ്റോ കഴിക്കാൻ മാത്രമേ നമുക്ക് തോന്നാറുള്ളൂ. പുളിയും എരിവും ഒക്കെയുള്ള ഒരു അച്ചാറും കഞ്ഞിയും കൂടെ കുടിച്ച് കഴിയുമ്പം, ഒരു നല്ല ചൂട് കഞ്ഞിയാണെങ്കിൽ ഒന്ന് വിയർത്ത് കഴിയുമ്പം പനിക്കൊക്കെ ഒരു കുറവ് നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും ഈ കിട്ടുന്ന നാരങ്ങ ഒന്ന് എങ്ങനെയാണ് കുറച്ച് നാളത്തേക്ക് നമുക്കൊന്ന് അച്ചാറൊക്കെ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുട്ടികളുടെ കാര്യത്തിന് പരിഗണന കൊടുക്കാം. അതുകൊണ്ട് നമുക്കൊരു മധുരമുള്ള അച്ചാർ ഉണ്ടാക്കാം. ഒരു 12 നാരങ്ങ എടുക്കുക, പാകത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് കുറച്ച് എണ്ണയാണ്, കറിവേപ്പില, ഉലുവ, വെളുത്തുള്ളി, ഇഞ്ചി അരച്ചത്, കടുക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, ശർക്കര, പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഉണക്കമുന്തിരി അരച്ചതാണ്. ഇതാണ് ഇതിൻ്റെ കൂട്ട് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നാരങ്ങയിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം അത് ഒരു ഭരണിയിൽ ഒരു 10 ദിവസം സൂക്ഷിച്ച് വെക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് കുലുക്കി കൊടുക്കണം. അങ്ങനെ 10 ദിവസത്തിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കി അതിൽ കറിവേപ്പില ഇട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് ഉലുവയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ അരച്ചത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എണ്ണ മുകളിൽ തെളിയുന്ന വരെ തന്നെ വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിൽ കടുക് പൊടിച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം ഇവ ചേർത്ത് 2 മിനിറ്റ് കൂടി ഒന്നും കൂടി വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഉണക്കമുന്തിരി അരച്ചതും കൂടി ചേർത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്ന് നല്ല കുഴഞ്ഞ പരുവത്തിൽ, ചാറ് കുറുകി വരുന്ന പരുവത്തിൽ നമുക്ക് എടുക്കാം. നല്ല രുചിയാണ്. കുറച്ച് സമയം സൂക്ഷിച്ച് വെച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ വളരെയധികം രുചിയുള്ളതാണ് ഇത്. അപ്പോൾ ഇനി നമുക്കൊരു സാധാരണ നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഉരുളിയിൽ കുറച്ച് നല്ലെണ്ണ ചൂടാക്കുക, കടുക് ചേർക്കുക. കടുക് പൊട്ടിയാൽ തീ കുറച്ചതിന് ശേഷം അതിൽ ഉലുവയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില ഇവയെല്ലാം കൂടെ ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞളും കായവും മുളക് പൊടിയും കൂടി ചേർക്കണം. മസാലയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വഴന്ന് വരുമ്പം അതിലേക്ക് നമുക്ക് നാരങ്ങ ചേർക്കണം. അപ്പോൾ നാരങ്ങ ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് 2-3 കാര്യം ചെയ്യാനുണ്ട്. ഒന്നിൽ ഇത് ആവിയിൽ വേവിച്ചതിന് ശേഷം ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. അതല്ലെങ്കിൽ എണ്ണയിൽ തന്നെ, നല്ലെണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റി എടുക്കാം. വഴറ്റിയെടുത്ത് അത് നല്ല സോഫ്റ്റ് ആകുന്നതുവരെ വഴറ്റിയെടുത്തിട്ട് അത് തുടച്ച് അത് മുറിച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് വിനീഗറും എല്ലാ രുചിയും പാകപ്പെടുത്താൻ വേണ്ടി ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർക്കാം. നല്ലെണ്ണയാണ് ഇത്തരം അച്ചാറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. ഇപ്പം നാരങ്ങ കിട്ടുന്ന സമയമാണ്. 1-2 അച്ചാറുകളൊക്കെ ഉണ്ടാക്കി ഒന്ന് സൂക്ഷിച്ചു വെച്ചോളൂ. രുചിക്കൂട്ട്. നിർവഹണം ലീന.